ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ ഈ വീഡിയോ ഓപ്പൺ ചെയ്ത് വന്നിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം പൂർത്തീകരിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകിയതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയാണ് എന്നുള്ളത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും എനർജി ഇതിൽ കടന്നു വരും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ എനർജി, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ആദ്യം നിങ്ങളുടെ എനർജി എടുക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി ഇന്നേ ദിവസം എന്ത് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്? താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എന്ത് എനർജി കൂടിയാണ് കടന്നു പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് എനർജി കൂടിയാണ് ഇന്ന ദിവസം കടന്നു പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ എനർജി എന്താണ് ഇന്ന ദിവസം? താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിൻ്റെ എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ എൻ്റെ വ്യൂവേഴ്സിൻ്റെയും വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് എന്ത് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് എനർജിയാണ് ഉടൻ സംഭവിക്കാൻ പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 10, 1, 13, 11, 17, 6, 7, 4, 7, 6 ആവർത്തിച്ചു, 9, 10, 1, 16, 7 വീണ്ടും ആവർത്തിച്ചു, 9, 15, 2. ഈ ഡേറ്റോ മന്തോ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോ ഏതെങ്കിലും രീതിയിൽ റെസനേറ്റ് ആകുന്നോ എന്ന് നോക്കുക. ഇവിടെ വന്നിരിക്കുന്നത് ഫയർ എനർജി, ഏരീസ്, ലിയോ, സജിറ്റേറിയസ്. എയർ എനർജി ജെമിനി, ലിബ്ര, അക്വേറിയസ്. എർത്ത് എനർജി ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. വാട്ടർ എനർജി ക്യാൻസർ, സ്കോർപ്പിയോ, സ്പൈസീസ്. ഓക്കെ, ഇന്ന് നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് രണ്ട് സിറ്റുവേഷനുമായിട്ട് നിങ്ങൾ ജഗ്ലിംഗ് ആയിരുന്നു. ഈ റിലേഷന് ഇനി മുന്നോട്ട് ഒരു ലൈഫ് ഉണ്ടാകുമോ അതോ ഇത് അവസാനിച്ചോ? കാരണം നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇനി ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾ തകർന്ന് കിടക്കുന്ന ഒരവസ്ഥ. ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ തന്നെ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടാണെങ്കിലും എവിടെയെങ്കിലും സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം നിങ്ങൾക്ക് പിറകിൽ നിന്ന് മറ്റുള്ളവരുടെ ചതി നിങ്ങൾക്ക് ഏറ്റിരിക്കുന്നു. ചില വ്യക്തികൾ നിങ്ങളെ പിറകിൽ നിന്നും കുത്തിയിരിക്കുന്നതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്കുള്ളത്. ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം, ജോലി സംബന്ധമായിരിക്കാം. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഈ അവസ്ഥയാണ്, ഇനി മുന്നോട്ട് നിങ്ങൾക്ക് ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ചില സമയത്ത് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്, രക്ഷപ്പെടും, ദൈവം വരും എന്നുള്ള രണ്ട് ജഗ്ലിംഗ് സിറ്റുവേഷനിൽ രക്ഷപ്പെടുമോ ഇല്ലയോ രണ്ടും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സംഭവമാണ്. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഒന്നിൽ ഉറച്ചു നിൽക്കാതെ രക്ഷപ്പെടും എന്നുള്ളതിൽ പൂർണ്ണമായും വിശ്വാസം കൊടുക്കുന്നതിന് പകരം അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു നിരാശ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഏത് പ്രതികൂല സാഹചര്യമാണെങ്കിലും യൂണിവേഴ്സ് ഇവിടെ ഈ ഒരു ദൈവത്തിൻ്റെ മുദ്രയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നിങ്ങളൊരു പ്യുവർ സോളാണ്. നിങ്ങളുടെ ആത്മാവെന്ന് പറയുന്നത് ദുഷ്ടാത്മാവല്ല. ഈ ഒരു വൈറ്റ് കളർ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവുള്ള വ്യക്തിയാണ്. നിങ്ങൾ എത്ര ഘട്ടത്തിൽ കൂടി, ഏത് വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടി കടന്നു പോയിരുന്നാലും, മറ്റുള്ള ആൾക്കാർ ഡെവിൾ എനർജികൾ നിങ്ങളെ ബ്ലാക്ക് എനർജിയിൽ നിർത്തിയിരുന്നാലും, യൂണിവേഴ്സിൻ്റെ ദൈവത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ദൈവം നിങ്ങളെ താങ്ങി നടത്തും. പക്ഷേ നിങ്ങൾ അനുഭവിക്കേണ്ടതായ ചില കർമ്മകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ആ അനുഭവിക്കുന്ന വേളയിലും നിങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് ദൈവം നിങ്ങളോട് കൂടെ തന്നെ ഉണ്ട്. ഈ ഒരു യെല്ലോ കളർ എന്ന് പറയുന്നത് സൺ നിങ്ങളുടെ ലൈഫിൽ ഉദിച്ചു വരുന്നു എന്നുള്ളതിനാണ് ഇവിടെ സണ്ണിൻ്റെ എനർജി വന്നിരിക്കുന്നത്. ഓക്കെ, 10 എന്ന് പറയുന്നത് 1 നമ്പറാണ്. ഓക്കെ, 1 + 0 1 സണ്ണിൻ്റെ കാർഡാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് സംഭവിക്കാൻ പോകുന്നത്. അത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും റിലേഷൻ ബേസിലാണെങ്കിലും ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു പോസിറ്റീവാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നത്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളിപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിരിക്കുന്നു. മറ്റു ചില വ്യക്തികളുമായിട്ട് ചില വാക്ക് തർക്കങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്.
എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് സോഡ് വന്നിരിക്കുന്നത്? ഇപ്പം നിങ്ങൾ ആരുടെയും മുഖം നോക്കാതെ ഉള്ള സംസാരത്തിലേക്ക് കടന്നു പോയിരിക്കുന്നു. കിങ് ഓഫ് സോഡാണ്. ഇവിടെ രണ്ടും ഹസ്ബൻഡ് ആൻഡ് വൈഫിനെയാണ് കാണിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളും സോഡാണ്, ക്യൂനും സോഡാണ്, കിങ്ങും സോഡാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ലാത്ത രീതിയിൽ മത്സരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ മാനസികമായിട്ടാണെങ്കിലും ശരി, അതല്ല നേർക്ക് സംസാരത്തിൽ കൂടിയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചില വാക്ക് തർക്കങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചില അച്ഛനോ അമ്മയോ എന്തെങ്കിലും രീതിയിൽ സംസാരങ്ങൾ നിങ്ങളെ പ്രതി, നിങ്ങളുടെ എനർജിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളെ പ്രതി അച്ഛനോ അമ്മയോ ചില വാക്ക് തർക്കങ്ങൾക്ക് സാധ്യത ഇന്നേ ദിവസം കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ജസ്റ്റിസ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ എനർജിയിൽ എന്തുകൊണ്ടാണ് ജസ്റ്റിസ് വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ന്യായം ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തിയുടെ ഫലം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ വളരെ സ്പീഡിന് തന്നെ 2 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ യാത്ര പുറപ്പെടാൻ പോകുന്നു. കേസുമായിട്ട് ബന്ധപ്പെട്ട് ചില വ്യക്തികൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു യാത്രയാണ് ഇവിടെ കാണുന്നത്. കേസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട നീതി നിങ്ങളെ തേടി എത്തുന്നതായിട്ടും കാണുന്നുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ചില സത്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടാൻ പോകുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചു ഇതുവരെയും ചില കള്ളങ്ങൾ കൊണ്ട് നിങ്ങളെ പല വ്യക്തികളും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കള്ളം ഇന്ന് നിങ്ങളുടെ മുന്നിൽ സത്യമായി തീരുന്നുണ്ട്. ആ സത്യം നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആകുകയാണ്. ചില കാര്യങ്ങളെ ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇന്നേ ദിവസം ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു കറക്റ്റ് തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് ഇന്നേ ദിവസം കഴിയുന്നുണ്ട്. ആ തീരുമാനങ്ങളെക്കുറിച്ച് ഇന്നേ ദിവസം ചില കാര്യങ്ങളെക്കുറിച്ച് ഇന്നേ ദിവസം നിങ്ങൾക്ക് ചില തീരുമാനമെടുക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ജോലി എന്ന് പറയുന്നത് ചില നിയമവുമായിട്ട് ബന്ധപ്പെട്ട ജോലിയായിരിക്കാം. പോലീസായിരിക്കാം, വക്കീലായിരിക്കാം, അല്ലെങ്കിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയായിരിക്കാം. ഗവൺമെൻറ് ജോലിയിലുള്ള വ്യക്തികളായിരിക്കാം. ചില യാത്രകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ജോലി പോലും ഒരു യാത്രയെ സംബന്ധിച്ച് ഒരു ബസ്സിലോ അല്ലെങ്കിൽ ഡ്രൈവിങ്ങോ അങ്ങനെയുള്ള യാത്രകളായിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെയോ നിങ്ങളുടെയോ ജോലി. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഇവിടെ ഗവൺമെൻറ് ജോലി കൂടുതലായിട്ടും കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില അധികാരങ്ങളിലുള്ള ജോലിയെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ കീഴിലോ നിങ്ങളുടെ പേഴ്സൻ്റെ കീഴിലോ നിന്ന് ജോലി ചെയ്യാൻ ഒന്നിലധികം ആൾക്കാർ ഉള്ളതായി കാണിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ സ്റ്റാർ വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂസിൻ്റെ എനർജിയിൽ എന്തുകൊണ്ടാണ് സ്റ്റാർ വന്നിരിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് സമയം അനുകൂലമായി കറങ്ങുന്നു. ഓക്കെ, ഇതുവരെയും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അനുഭവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. ഒരു യാത്ര എന്തായിരുന്നാലും നിങ്ങളുടെ ലൈഫിൽ കാണിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു സ്ഥലം വിട്ടു പോകുകയോ നിങ്ങളുടെ കുടുംബവുമായിട്ട് ദൂരേട്ട് മാറിപ്പോകുകയോ ജോലി സംബന്ധമായിട്ട് മുന്നോട്ട് പോവുകയോ ചെയ്യുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ആ യാത്ര എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സക്സസ് കൊണ്ടുവരുന്ന യാത്രയാണ് എന്ന് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളെ ഒരു സ്റ്റാറിനെ പോലെ നിങ്ങളെ മാറ്റും. നിങ്ങൾ എന്താണോ അഫർമേഷൻ ചെയ്തത്, നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുകയാണ്. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി എല്ലാം നിങ്ങൾക്ക് ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ സാധിക്കും. അത് നിങ്ങളുടെ അനുഗ്രഹമായി തീരുമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങൾ എന്തെങ്കിലും വിഷയത്തിന് വേണ്ടിയിട്ട്, പണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. കുറേ നാൾ കൊണ്ട് നിങ്ങൾ ചില സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നേരെയാകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നുകൂടി കാണുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. 8 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. 7 ഓഫ് ഒരുപാട് അനുഗ്രഹങ്ങളും എല്ലാം ലഭിക്കും. പക്ഷേ നിങ്ങൾ ഹാർഡ് വർക്ക് ഉള്ളതായിട്ട് കാണിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഹാർഡ് വർക്കിൻ്റെ കാര്യം കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യം തന്നെ ലഭിക്കും. നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്കിന് നിങ്ങൾക്ക് അതിൻ്റേതായ കൂലിയും പ്രതിഫലവും നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ നിങ്ങൾ 8 ഓഫ് പെൻറ്റിക്കിളിൻ്റെ കാർഡ് കൂടി വന്നിട്ടുണ്ട്. നിങ്ങൾ ഓവർ ടൈം, നിങ്ങൾക്ക് ഈ ചെയ്യുന്ന ജോലിയിൽ കൂടി അധികമായി നിങ്ങൾ കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുകയുള്ളൂ എന്ന് കൂടി കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് പറയുന്നത് സാമ്പത്തികമാണ്.
സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ഇതുവരെയും എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സമയം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിച്ചിരിക്കുന്നു. ചില വ്യക്തികൾ വീട്ടിൽ നിന്നും ദൂരേക്ക് മാറുന്നതായി കാണുന്നു. കുടുംബാംഗങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട് ഐസൊലേഷനായിട്ട് ദൂരേക്ക് മാറുന്നതായും ചില വ്യക്തികൾ, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതായ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നുണ്ട്. വളരെ സ്പീഡിന് തന്നെയാണ് നിങ്ങൾ ഒരു അന്യ സ്ഥലത്തേക്ക് മാറിപ്പോകുന്നതായിട്ട് കാണുന്നു. എത്ര പേർക്ക് റെസനേറ്റ് ആകുന്നു എന്നറിയത്തില്ല. റെസനേറ്റ് ആകുന്നവർ കമൻറ്റ് ചെയ്യുക. യാത്ര വളരെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ യാത്ര പറയുന്നത്. മറ്റു ചില വ്യക്തികൾക്ക് സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കൂടി എടുക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെയിൽ 7 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുകയാണ്, നിങ്ങളെ ബ്ലോക്ക് ചെയ്തപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ ചില ബൗണ്ടറി സെറ്റ് ചെയ്ത് പോയപ്പോൾ നിങ്ങൾ എന്തുമാത്രം വേദനിച്ചു എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളടുത്ത് ബ്ലോക്ക് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളെ കോൾ ചെയ്യേണ്ട, നിങ്ങളെ വിളിക്കേണ്ട, എന്നിൽ നിന്ന് ദൂരോട്ട് മാറിപ്പോക്കോ, എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ മറ്റൊരു വ്യക്തിയുടെ മാനസിക അവസ്ഥ എന്തുമാത്രമായിരുന്നു എന്ന് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തങ്ങളിൽ എന്തെങ്കിലും കാരണത്താൽ വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ ഫസ്റ്റ് കണ്ട സമയത്ത് ആ ഒരു സന്തോഷവും ഇപ്പോൾ നിങ്ങൾ അവരുടെ നേർക്ക് കാണിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ വാക്കുതർക്കമോ കാര്യമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ കമ്പയർ ചെയ്യുകയാണ്. ചില തേർഡ് പാർട്ടിയുടെ ഉപദേശങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുകയാണ്. നിങ്ങളുടെ അമ്മയുടെ സ്ഥാനത്തുള്ള വ്യക്തികൾ, ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീയാണെങ്കിൽ സ്ത്രീകളുടെ അമ്മ ആണ് ഈ റിലേഷനെ തകർക്കുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നതെന്ന് നിങ്ങളുടെ പേഴ്സൺ ആരോപിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്നത് പുരുഷനാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുകയാണ്, നിങ്ങളുടെ പേഴ്സൻ്റെ അമ്മയാണ്, എവിടെയാണെങ്കിലും അമ്മ എന്നുള്ള സ്ഥാനത്തുള്ള വ്യക്തിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർക്കുന്നതെന്ന് നിങ്ങളുടെ പേഴ്സൺ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് നിങ്ങൾക്കൊരു നീതി തരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. ഇതുവരെയും നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് നിങ്ങളോട് നീതി കാണിച്ചിട്ടില്ല എങ്കിൽ ഇനി നിങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. ഇതുവരെയും റിലേഷൻഷിപ്പിൽ ഒരുപാട് എഫേർട്ട് ഇട്ടതും പിണങ്ങി പോയിരുന്നാലും നിങ്ങളാണ് ചെന്ന് മിണ്ടിയിരുന്നതെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നും നിങ്ങൾ തെറ്റുകാരിയല്ല, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് തെറ്റ് അംഗീകരിക്കുകയും നിങ്ങൾക്ക് ന്യായം തരുന്നതിന് ഈക്വൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് കൊടുക്കുന്നതിനും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം നിങ്ങൾക്ക് തരുന്നതിനും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുകയാണ്. നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട്. ഇതുവരെയും നിങ്ങളുടെ പേഴ്സൻ്റെ കണ്ണ് അന്ധമായിരുന്നു, കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ കണ്ണ് മൂടിയിരിക്കുകയായിരുന്നു. മറ്റ് ചില വ്യക്തികളുടെ ബ്ലാക്ക് എനർജിയാൽ അല്ലെങ്കിൽ നെഗറ്റീവ് സംസാരത്താലും നിങ്ങളുടെ പേഴ്സൻ്റെ ബ്രെയിനെ അവർ മാറ്റി ചിന്തിപ്പിച്ചിരുന്നു. പക്ഷേ ഈ ഒരു സമയം യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങളില്ലാതെ അവരെവിടെയൊക്കെ പോയിരുന്നാലും അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സ്റ്റാറിനെ പോലെയാണ്. എപ്പോഴും നിങ്ങളുടെ പേഴ്സൺ ഒരു വഴികാട്ടിയായിരുന്നു. സ്റ്റാർ ക്രിസ്തുവിൻ്റെ കാലത്തൊഴുത്തിൽ പിറന്ന സമയത്ത് വഴികാട്ടിയായിട്ട് ഒരു നക്ഷത്രമാണ് പോയത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഒരു വഴികാട്ടിയായിട്ടാണ്. നിങ്ങളൊരു സ്റ്റാറിനെ പോലെ മുന്നേറി നിൽക്കും. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ പേഴ്സണ് അതിൻ്റെ അംഗീകാരവും തിളക്കവും ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ചിലപ്പോൾ എല്ലാം ഉണ്ടായിരിക്കാം, തേർഡ് പാർട്ടി കൂടെ ഉണ്ടായിരിക്കാം, സന്തോഷം ഉണ്ടായിരിക്കാം, പണം ഉണ്ടായിരിക്കാം, എന്ത് തന്നെ ഉണ്ടെങ്കിലും നിങ്ങളെന്നുള്ളൊരു വ്യക്തി അവരുടെ കൂടെ ഇല്ലാതെങ്കിൽ അവർക്ക് ഒരു തിളക്കവും ഇല്ലാത്ത ഒരു കല്ലിനെ പോലെയാണ് എന്നവർ ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ വെയിറ്റിങ്ങിലാണ്. വീണ്ടും കുടുംബജീവിതം അല്ലെങ്കിൽ ഇതുപോലെ സന്തോഷമുള്ള, നിങ്ങൾ ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിക്ക് തുല്യമായി ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം. ആ ഒരു ജീവിതം തിരിച്ച് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ അതിന് ഹാർഡ് വർക്ക് ചെയ്യുവാനോ അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് എന്തെങ്കിലും ചെയ്യുവാനൊന്നും അവർ തയ്യാറല്ല. ചില മടി പിടിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അത് നടക്കുന്ന സമയത്ത് നടക്കട്ടെ എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലെ ഒരു ഫാമിലി സന്തോഷം ലൈഫിൽ വേണമെന്ന്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ആരുടെ മുമ്പിലും താന്നു കൊടുക്കുവാനോ അതിനുവേണ്ടി ആക്ഷൻ എടുക്കുവാനോ ശ്രമിക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത്
ഒരു ടവർ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. ഇതുവരെയും നിങ്ങൾക്ക് ഒരു കോളോ മെസ്സേജോ വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കുമാണെങ്കിൽ അതിന് ഒരു ടവർ കൊണ്ടുവരാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് കടന്നു വരണം. ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ഒരു അവസാനം വേണം. നിങ്ങളില്ലാണ്ട് നിങ്ങളുടെ പേഴ്സണ് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ഓർമ്മകൾ അവരെ വീണ്ടും വീണ്ടും പിടിച്ച് കുലുക്കുന്നതായിട്ടാണ് കാണുന്നത്. സമയം ഇപ്പോൾ അനുകൂലമായതുകൊണ്ട് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങളുടെ മധ്യത്ത് ടവർ വരാൻ പോകുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നിങ്ങളുടെ പേഴ്സൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ സംഭവിക്കുന്നതായ കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നത്? ഈ തടസ്സങ്ങൾ കാരണമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം വന്നത് എന്ന് കണ്ട് നിങ്ങളുടെ പേഴ്സൺ ചില വ്യക്തികളെ, റീഡറെയോ അല്ലെങ്കിൽ ദൈവികമായിട്ട് ആസ്ട്രോളജി ഒക്കെ പറയുന്ന വ്യക്തികളെയൊക്കെ പോയി കണ്ട് ലൈഫിൽ എന്താണ് പ്രശ്നം എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ചില ദേവാലയങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എപ്പോഴും തങ്ങൾ എന്താണ് പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നത് എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥനയും അല്ലെങ്കിൽ അറിവുള്ള ആൾക്കാരുമായിട്ടുള്ളൊരു ചർച്ചകളും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നടത്തുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നത്? 9 ഓഫ് കപ്പാണ്. നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള സ്നേഹങ്ങളെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. പണ്ട് നിങ്ങൾ ഒരുപാട് സ്നേഹമായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 6 ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 6 ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഹെർമിറ്റ് മൂഡിലാണ്. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളെ ആക്കി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നൊന്നും നിങ്ങളുടെ പേഴ്സണ് ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമോ സ്നേഹമോ പണമോ യാതൊന്നും തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല. ഇപ്പോൾ മാനസികമായും ശാരീരികമായും ക്ഷീണിച്ച അവസ്ഥയാണ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ തേർഡ് പാർട്ടിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വ്യക്തി അവരുടെ ലൈഫിൽ ഉണ്ട് എന്ന തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സണെ വല്ലാണ്ട് വേദനിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ഐസൊലേഷനാണ്, ഒറ്റപ്പെട്ട അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് നീതി ലഭിക്കണം, നിങ്ങളായിരുന്നു സത്യം എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നത്. 9 ഓഫ് കപ്പ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് പെൻഡിക്കിളാണ്. നിങ്ങൾക്കൊരു ഓഫർ തരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളെ സ്റ്റാറിനെ പോലെയാണ് കാണുന്നത്. കോളോ മെസ്സേജോ വേണം, അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്തും നേടാൻ കഴിയുകയുള്ളൂ എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. 10 ഓഫ് കപ്പ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 10 ഓഫ് കപ്പ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ആണ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന എല്ലാ ബ്ലോക്കുകളും മാറണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആ ബൗണ്ടറികളെല്ലാം നീക്കിയിട്ട് ദ ടവറാണ് വന്നിരിക്കുന്നത്. ആ ബൗണ്ടറി സ്റ്റോപ്പ് ചെയ്യണം, നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി എന്ന് പറയുന്നത്? 7 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ചീറ്റിംഗ് ആണ് സംഭവിച്ചത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പൂർണ്ണമായിട്ടും ചീറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രീഡം നശിപ്പിച്ചു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു, ആ സന്തോഷം നശിപ്പിച്ചത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു നിങ്ങളാണ് നശിപ്പിച്ചതെന്ന്, നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ആണ് ചതിച്ചതെന്ന്. ഓക്കെ, എന്താ ടവറാണ് വന്നിരിക്കുന്നത്. ആ ഒരു ചതിയെ അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് ഇവിടെയും ടവറാണ് വന്നിരിക്കുന്നത്. റിലേഷൻഷിപ്പിൽ ഇതുവരെ സംഭവിച്ചിരിക്കുന്ന ചതിയും വഞ്ചനകളും എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ന്യൂ ബിഗിനിങ്, ഇവിടെ ഒരു റീസ്റ്റാർട്ട് ആരംഭിക്കാൻ പോകുന്നു. ദ ടവർ ആകുമ്പോഴത്തേക്ക് ഒന്ന് അവസാനിപ്പിച്ച് മറ്റൊന്നിൻ്റെ തുടക്കമാണ്. ഓവറോൾ എനർജിയിലും വന്നിരിക്കുന്നത് ടവറാണ്. എന്തായാലും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതായ സിറ്റുവേഷന് ഒരു അവസാനം വരാൻ പോകുന്നു. താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 9 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെയും പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് 9 ഓഫ് കപ്പ് വന്നത്? നിങ്ങൾ എല്ലാം ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ പോകുന്നു. എല്ലാ സത്യങ്ങളും നിങ്ങളുടെ മുന്നിൽ തെളിവാകുന്നു. നിങ്ങൾ കണ്ടിരുന്ന സ്വപ്നങ്ങളെല്ലാം പൂവണിയാൻ പോകുന്നു. അതെല്ലാം സക്സസ് ആവാൻ പോകുന്നു. നിങ്ങൾക്കിപ്പോൾ ഒരു മാജിക് ടൈമാണ്. നിങ്ങളിപ്പോൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സമയം രണ്ടുപേരുടെ ഭാഗത്തും വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ റിലേഷൻ സംബന്ധമായിട്ടും നിങ്ങളെ സംബന്ധമായിട്ടും നല്ല പോസിറ്റീവായിട്ടുള്ള സമയമാണ്. നിങ്ങളിപ്പോൾ എന്താണോ അഫർമേഷൻ ചെയ്യുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും. എല്ലാ കാര്യങ്ങളും ബാലൻസിലേക്ക് വരുന്നതായിരിക്കും. കിങ് ഓഫ് വാൻഡ്സ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നത്? എയ്റ്റ് ഓഫ് സോഡിൻ്റെ എനർജിയിലായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്കിൽ റിലേഷൻഷിപ്പിനെ മറ്റുള്ളവർ നിങ്ങൾ തങ്ങളിൽ പരസ്പരം അടുക്കാതെ
മാറ്റി നിർത്തിയിരിക്കുന്ന കാര്യമുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു അവസാനം വന്നിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്ന അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. മുന്നോട്ട് പോകാൻ കഴിയാത്ത വണ്ണം എല്ലാം അവസാനിപ്പിച്ചു എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. ചില വ്യക്തികൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ വ്യക്തികളുടെ ഉപദേശങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് സംഭവിക്കുന്ന ചില വ്യക്തികളുടെ ഉപദേശങ്ങൾ, നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കുന്ന ചില വ്യക്തികളുടെ ഉപദേശങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ കണ്ണിനെ തുറപ്പിക്കുകയാണ്. ഓക്കെ, ഒരു കമ്മ്യൂണിക്കേഷൻ എന്തായിരുന്നാലും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ആക്ഷനും എടുക്കാത്ത അവസ്ഥയാണെങ്കിൽ, ഇപ്പോൾ 6 ഓഫ് വാൻഡ്സ് ആണ്. ആ ഒരു 6 ഓഫ് വാൻഡ്സ് നിങ്ങൾക്ക് എല്ലാം പുറത്തു കൊണ്ടുവരുന്ന അവസ്ഥയാണ്. എല്ലാ ബൗണ്ടറികളും സെറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒരു തടസ്സമായിട്ട് ഒന്നും നടക്കില്ല, നിങ്ങൾക്കൊന്നും സേഫ്റ്റി അല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിൽ ഒരുപാട് ഹാർട്ട് ബ്രോക്കണും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ട് ഒന്നിന് പിറകെ ഒന്നായിട്ട് ലഭിച്ചുകൊണ്ടിരുന്നെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ മുന്നോട്ടുള്ള യാതൊരു കാര്യവും നിങ്ങൾക്ക് കാണാൻ കഴിയാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം വിജയമാണ് വന്നിരിക്കുന്നത്. 6 ഓഫ് വാൻഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ബേസാണ് ഇതെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു വിജയം ലഭിക്കാൻ പോകുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട എനർജികൾ. അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.